കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi J learners, welcome to Igno Focus 5.0 and ഇന്ന് നമ്മൾ ഇഗ്നോ ഫോക്കസിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BEGC 106 BA ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ പേപ്പറായിട്ടുള്ള BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BEGC 106ൻ്റെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി മാട്രിക്സ്, ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ. ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങളെ ഷുവറായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാമിനായിട്ട് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും റിവിഷൻ കുറച്ചും കൂടിയും ഫോക്കസ്ഡ് ആകാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ് ഓവർവ്യൂ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. ഓരോ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, എത്ര വേർഡ്സിൽ ആൻസർ എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം, എത്ര ടൈം ഓരോന്നിനും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ശതമാനത്തോളമാണ് നമ്മൾ ആ ഒരു പ്രഡിക്ഷൻ പ്രോബബിലിറ്റി പറയുന്നത്. അതുപോലെ തന്നെ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നോർമൽ ഇഗ്നോ ഫോർമാറ്റിൽ ഇഗ്നോ മാർക്സ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷന്റെ ഏറ്റവും ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇവിടെ നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 10 ടൈംസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 to 9 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിനെയാണ് നമ്മൾ മീഡിയം റെലവൻസ് എന്ന് പറയുന്നത്. ആൻഡ് ലോ റെലവൻസ് മീൻസ് ലെസ് ദാൻ 5 ടൈംസ്. സോ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ് ആൻഡ് റെലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ബ്ലോക്ക് 1, യൂണിറ്റ് 1, പോപ്പുലർ കൾച്ചർ, മാസ് കൾച്ചർ, കൊമോഡിറ്റി ആൻഡ് ദ മാർക്കറ്റ് പ്ലേസ്. 9 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഹൈ റെലവൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 1, യൂണിറ്റ് 1, കൾച്ചർ, സിവിലൈസേഷൻ ആൻഡ് ഐഡിയോളജി, അപ്പിയറൻസ് 1 ആൻഡ് റെലവൻസ് ലോ. ബ്ലോക്ക് 1, യൂണിറ്റ് 2, പോപ്പുലർ ലിറ്ററേച്ചർ, ഓപ്പണിംഗ് ഓഫ് ദ കാനൻ, 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ലോ റെലവൻസ്. അഗൈൻ ബ്ലോക്ക് 1, യൂണിറ്റ് 2, ഇന്ത്യൻ ഇംഗ്ലീഷ്, പോപ്പുലർ ഫിക്ഷൻ ആൻഡ് ദ ലിറ്റററി കാനൻ, 2 ടൈംസ്. ലോ റെലവൻസ്. Again, block 1, unit 2, the classic and the classical, 1 time, low relevance. Block 1, unit 3, popular literature as genre fiction, 1 time, low relevance. Block 1, unit 3, sociological reading of popular literature, 1 time, low relevance. Block 1, unit 3, gender and popular literature, 1 time, low relevance. Block 1, unit 4, young adult literature, 2 times, low relevance. Block 1, Unit 4, Digital Text and Popular Literature, 1 time, low relevance. Block 2, Unit 1, Children's Literature in the 16th and 17th century, 1 time, low relevance. Again, Block 2, Unit 2, Through the Looking Glass, Editorial Analysis, 4 times, low relevance. Again, Block 2, Unit 2, Chess Motive, 1 time, low relevance. Block 2, Unit 2, The Train Journey and Tweedledee and Tweedledum.
1 time, low relevance. Block 2, Unit 3, buildings Roman or counter buildings Roman, 3 time, low relevance. Block 2, Unit 3, tracing the development of young adult fiction, 1 time, low relevance. Block 2, Unit 4, Shyam Selvadurai, funny boy, 3 times, low relevance. Block 2, Unit 4, queerness and self-identity, 1 time, low relevance. Block 3, Unit 1, sensation fiction, 2 time, low relevance. Block 3, Unit 1, crime and detective fiction and introduction, 1 time, low relevance. Block 3, Unit 1, beginning of crime, a historical approaches to the study, 1 time, low relevance. Block 3, Unit 1, golden age, a detective fiction, 1 time, low relevance. Block 3, Unit 1, hard-boiled novels, 1 time, low relevance. Again, Block 3, Unit 2, Agatha Christie, The Murder of Roger Ackroyd, 6 time, medium relevance. Block 3, Unit 2, Suspects, Red Herring and Body of Evidence, 1 time, low relevance. Block 3, Unit 4, Ursula K. Le Guin, The Ones Who Walk Away from Omelas, 7 times, medium relevance. Block 3, Unit 4, Utopian Science Fiction, 1 time, low relevance. Block 4, Unit 1, Digna Pattern, 2 times, low relevance. Block 4, Unit 1, Bhimayana as a graphic narrative, 1 time, low relevance. Block 4, Unit 1, Gaunt Art, 1 time, low relevance. Block 4, Unit 3, What is an adaptation, 1 time, low relevance. Block 4, Unit 3, How does the adapter adapt, 1 time, low relevance. Block 4, Unit 4, Ruskin Bond and Vishal Bharadwaj, The Blue Umbrella, 1 time, low relevance. Now, നമ്മൾ ആ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചാർട്ട് ഇവിടെ നമുക്ക് കാണാം, ബാർ ചാർട്ട്. ഈ ബാർ ചാർട്ടിൽ എക്സ് ആക്സിസിൽ നമുക്ക് ബ്ലോക്സും വൈ ആക്സിസിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കാണാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബ്ലോക്ക് 1 ഓൾമോസ്റ്റ് 20 എബവ് ഉണ്ട്. ആൻഡ് ബ്ലോക്ക് 2 കുറച്ചുകൂടി കുറവാണ്. ബ്ലോക്ക് 3 ബ്ലോക്ക് 2വിനേക്കാൾ കൂടുതലാണ്, എന്നാൽ ബ്ലോക്ക് 1നേക്കാൾ കുറവാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 4 കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ടാണ് കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള 3 ടോപ്പ് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പോപ്പുലർ കൾച്ചർ, മാസ് കൾച്ചർ, കൊമോഡിറ്റി ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1ലാണ് 9 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് ഉർസുല കെ Le Guin, The Ones Who Walk Away from Omelas. ബ്ലോക്ക് 3 യൂണിറ്റ് 4 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ആൻഡ് തേർഡ് ടോപ്പിക് ഇസ് അഗാഥ ക്രിസ്റ്റി, ദ മർഡർ ഓഫ് റോജർ എക്രോയിഡ്. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 2വിലെ ടോപ്പിക്കാണ്. അത് 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കൗണ്ട് പറയുന്നത് ജൂൺ 2022 ടു ജൂൺ 2025 സെഷൻസിലെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മൾ ഈ കൗണ്ട് പറയുന്നത്. വൈ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈ ഈൽഡിങ് ടോപ്പിക്സ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഇത് കൂടുതലായിട്ടും സെക്ഷൻ എ തൊട്ട് സെക്ഷൻ സി വരെ ഷോർട്ട് ആൻസർ ആയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ടും ലോങ് ആൻസേഴ്സ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും തവണ ആവർത്തിച്ചത് കൊണ്ടാണ് ഇതിനെ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇഗ്നോ എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഡിഫറെന്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പാറ്റേൺ അനുസരിച്ച് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. MCQ ടൈപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. MCQ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. ഷോർട്ട് നോട്ട്സ് ഒരു 100 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. സെക്ഷൻ എയിലാണ് വരിക. അറ്റംപ്റ്റ് എനി 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. 5 മാർക്സ് ഈച്ച്, അതായത് 4 എണ്ണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഓരോന്നിനും 5 മാർക്സ് ആണ് വരിക. അങ്ങനെ സെക്ഷൻ എ 20 മാർക്സ് ആണ് ഉണ്ടാവുക. ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. നെക്സ്റ്റ് മിഡ് ലെങ്ത് ആൻസേഴ്സ്, അപ്രോക്സിമേറ്റ്ലി 20 to 50 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. സെക്ഷൻ ബിയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. നോർമലി അറ്റംപ്റ്റ് എനി 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. 10 മാർക്സ് ആണ് ഓരോ ചോദ്യത്തിനും വരിക. സോ 2 into 10 20 മാർക്സ് ആണ് ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് ലോങ് എസ്സേ. ലോങ് എസ്സേ അപ്രോക്സിമേറ്റ്ലി 500 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. സെക്ഷൻ സിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അറ്റംപ്റ്റ് എനി 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 20 മാർക്സ് ഈച്ച്, ഓരോന്നിനും 20 മാർക്കായിരിക്കും വരിക. അങ്ങനെ 3 into 20 60. അങ്ങനെയാണ് നമുക്ക് ഈ ടോട്ടൽ 100 മാർക്സ് വരുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആവുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 100 വേർഡ്സ് 5 മാർക്സിനാണ് നമ്മൾ എഴുതേണ്ടത്.
അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ അതിന്റെ കോർ കൺസെപ്റ്റ് ഒക്കെയാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. മാസ് കൾച്ചർ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡെഫിനിഷൻ അതുപോലെ തന്നെ അതിന്റെ കോർ കൺസെപ്റ്റ് എന്താണ്, ഇതാണ് നമ്മൾ 5 മാർക്സിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എപ്പോഴും നമ്മൾ എക്സാമിനേഴ്സ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രിസൈസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എത്ര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വളരെ ബ്രീഫ് ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുക ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാനായിട്ട്. 100 വേർഡ്സിൽ തന്നെ നമ്മൾ ആൻസർ എഴുതണം. 5 മാർക്സ് ആണ് വരിക. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 2 to 3 പോയിന്റ്സ് അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സാമ്പിളും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കമ്മിങ് ടു മിഡ് ലെങ്ത് ആൻസേഴ്സ്. മിഡ് ലെങ്ത് ആൻസേഴ്സ് അപ്രോക്സിമേറ്റ്ലി 250 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. 10 മാർക്സിനാണ് വരിക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ 2 to 3 പോയിന്റ്സ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വേണം ആൻസർ എഴുതാനായിട്ട്. നമുക്ക് ടെക്സ്റ്റിൽ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് കൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ ബോഡി പാരഗ്രാഫ് വേണം. ആൻഡ് ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് കൊടുക്കണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എഴുതണം. 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. 10 മാർക്സ് ആണ് എന്നുള്ളത് ഓർമ്മ വേണം. നെക്സ്റ്റ് കമ്മിങ് ടു ലോങ് എസ്സേ. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 500 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. 20 മാർക്സിനാണ്. അപ്പോൾ കമ്പയർഡ് ടു ഷോർട്ട് നോട്ട്സ് ആൻഡ് മിഡ് ലെങ്ത് ആൻസേഴ്സ്, നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടിയും ലോങ് എസ്സേ വരുമ്പോൾ കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. കൂടുതൽ ടെക്സ്ച്വൽ എവിഡൻസസ്, എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും പാരഗ്രാഫ്സ് ആയിട്ട് എഴുതണം. ഓരോ പാരഗ്രാഫ്സ് ആയിട്ട് ഒരു 3-4 പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിൽ നല്ല കണ്ടന്റ് വേണം. അതുപോലെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആൻഡ് ടെക്സ്ച്വൽ എവിഡൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് ബ്ലോക്ക് വൈസ് ആവറേജ് മാർക്സ് പെർ പേപ്പർ. ലാസ്റ്റ് 5 സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ആവറേജ് മാർക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ. Now block 1 83.5, 83.5%, block 2 7.1, 7.1%, block 3 5.9, 5.9%, block 4 3.5, 3.5%. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ വന്ന തന്നെയാണ് നമ്മൾ വിഷ്വലി ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നോക്കാം. A, B, C സ്ട്രക്ചേഴ്സ് 20%, 20%, 60%, ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് എല്ലാ സെക്ഷനിലും. ഇനി ബ്ലോക്ക് 3 ആണ് കൂടുതൽ പ്രോമിനൻസ്. അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 3 കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ലോങ് എസ്സേ സ്ലോട്ടാണ്. റെഗുലർലി ഫീച്ചേഴ്സ് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ്. Then block 4 momentum. Block 4 momentum means post 2023 session shows steady presence of, ഒരേപോലത്തെ കൺസിസ്റ്റന്റ് പ്രസൻസ് ഓഫ് ബ്ലോക്ക് 4 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് 2023 ഇയർ തൊട്ടിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്രാഫിക് അല്ലെങ്കിൽ വിഷ്വൽ നറേറ്റീവ് ആൻഡ് അഡാപ്റ്റേഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഭീമായാന അല്ലെങ്കിൽ ദ ബ്ലൂ അംബ്രേല, ഇതൊക്കെയാണ് മിനി എസ്സേ അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ബ്ലോക്ക് 4 നിന്ന് ചോദിക്കാറുള്ളത്. ബ്ലോക്ക് 3 ആണ് കൂടുതലായിട്ടും എസ്സേസിൽ ചോദിക്കാറുള്ളത്. ഇനി നമ്മളൊരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുകയാണെങ്കിൽ, പ്ലാൻ ബൈ വെയിറ്റ് അക്കോർഡിംഗ് ടു വെയിറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യണം. സെക്ഷൻ സി 60% ആണ്, അല്ലെങ്കിൽ 60% ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് 60% സെക്ഷൻ സിയിൽ മാർക്സ് വരുന്നത്. സോ അവിടെ നമ്മൾ 108 മിനിറ്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സെക്ഷൻ ബി 20%, 36 മിനിറ്റ്സ് അവിടെ കൊടുക്കണം. ആൻഡ് സെക്ഷൻ എ 20%, 36 മിനിറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മൾ ഓരോ എസ്സേ എഴുതുന്ന സമയത്തും ഒരു 34 to 36 മിനിറ്റ്സ് പെർ ലോങ് എസ്സേ നമ്മൾ കൊടുക്കണം. 3 ആൻസേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടി വരിക സെക്ഷൻ സി എസ്സേയിൽ. അതുപോലെ അപ്രോക്സിമേറ്റ്ലി 18 മിനിറ്റ്സ് പെർ മിഡ് ലെങ്ത് എസ്സേ, അതായത് 2 ആൻസേഴ്സ് ആണ് നമ്മൾ സെക്ഷൻ ബിയിൽ എഴുതേണ്ടത്. 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതേണ്ടത്. പെർ ക്വസ്റ്റ്യൻ 18 മിനിറ്റ്സ് നമ്മൾ കൊടുക്കണം. ആൻഡ് 8 to 9 മിനിറ്റ്സ് പെർ ഷോർട്ട് നോട്ടിന് നമ്മൾ 8 to 9 മിനിറ്റ്സ് കൊടുക്കണം. ആൻഡ് അവസാനം ഒരു 10 മിനിറ്റ്സ് നമ്മളുടെ ആൻസേഴ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കാനും ക്വിക്ക് റിവിഷനും കൂടി മാറ്റിവെക്കണം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.
ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏത് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത്, എത്ര ശതമാനമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്, ഓരോ സെക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ കൗണ്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. First question, how does Funny Boy negotiate identity, gender and sexuality in RG's growth arc? 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. Second one, enumerate characteristic feature of young adult literature. 6 തവണ ചോദിച്ചിട്ടുണ്ട്. Third one, identify significant issues or forms in the study of popular literature. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Fourth one, explain the role of Digna or Gond art in Bhimayana. അത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. Next one, analyze lay Gwyn's, the ones who walk away from Omelas, using a critical lens. Ethics or gender or postmodern parable. 4 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. 6 one, comment on Funny Boy as a counter Bildings Roman. അത് 4 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. Then 7th one is the murder of Roger Ackroyd, one of the most controversial word units. അത് ജസ്റ്റിഫൈ, അത് 4 തവണയാണ് വന്നിട്ടുള്ളത്. ആൻഡ് 8th question, explain the function of the red herring in the murder of Roger Ackroyd. 3 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. ആൻഡ് 9th one, what do you understand by adaptation, illustrate with example from literature and cinema. 3 times, 3 count 3 ആണ്, appearance 3 times. Then 10th question, discuss crime fiction from a historical perspective, appearance count 3. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻ ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണ വന്നിട്ടുണ്ട്, ആൻഡ് ആവറേജ് മാർക്സ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഫണി ബോയ് നെഗോഷിയേറ്റ് ഐഡന്റിറ്റി, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ RJ's ഗ്രോത്ത് ആർക്ക്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ശ്യാം സെൽവാദുറൈസ് ഫണി ബോയിൽ നിന്നാണ്. അപ്പിയറൻസ് 6, ആവറേജ് മാർക്ക് 15.8. Next, enumerate characteristic feature of young adult fiction. Block 2, Unit 3, Young Adult Fiction Introduction 6 times, appearance 6 and average marks 10.8. Next is identify significant issues or forms in the study of popular literature. Block 1, Unit 3, Academic or Critical Approaches, appearance 5, average mark 30. Next, explain the role of Digna and Gond art in Bhimayana. Block 4, Unit 1, Bhimayana, Experiences of Untouchability, appearances 5 and average mark 50. Next is analyze Lee Gwyn's the one who walk away from Omelas with a critical lens, example gender, ethic or postmodern parable. Block 3, Unit 4, Ursula K. Lee Gwyn, the ones who walk away from Omelas. Block 4 times appeared in a question paper and average mark 17.5. Next is comment on Funny Boy as counter Bildings Roman. Block 2, Unit 4, Shyam Selvadurai, Funny Boy. Appearance 4 times and average mark 11.2. Next is the murder of the Roger Ackroyd, one of the most controversial word units. Justify. Block 3, Unit 2, Agatha Christie, the murder of Roger Ackroyd. 4 times appeared and 11.2 average marks. Next, explain the function of herring in the murder of red herring in the murder of Roger Ackroyd. Block 3, Unit 2, Agatha Christie, the murder of Roger Ackroyd. 3 times ആണ് വന്നിട്ടുള്ളത് and average mark 11.7. Next, what do you understand by adaptation, illustrated with examples from literature and cinema. Block 4, Unit 3, Literature and Cinema Introduction. 3 times appeared in question paper, average marks 11.7. Next is discuss crime fiction from a historical perspective. Block 3, Unit 1, Crime and Detective Fiction and Introduction. 3 times appeared in question paper and 11.7 average marks. ആ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷെയർ ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് അക്കൗണ്ട് ഫോർ ബൈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 45.7%, അതേഴ്സ് 54.3% ആണ് ഇവിടെ പൈ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പാനൽ അഡ്വൈസ് ആണ്, അതായത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഒരു 5 to 6 minutes ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ write in 12 to 18 minutes depend on 10 versus 20 marks. അതായത് 10 മാർക്സിന് നമ്മൾ എഴുതുന്ന അതേപോലെയല്ല 20 മാർക്സിന് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാനായിട്ട്. ആൻഡ് മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യാം.
നെക്സ്റ്റ് തിയറി പ്ലസ് ടെക്സ്റ്റ് പെയർ, അതായത് തിയറി മാത്രം നമ്മൾ എഴുതിയാൽ പോരാ, ഒപ്പം നമ്മൾ ക്ലോസ് റീഡ് പാരഗ്രാഫ്, അതായത് ടെക്സ്റ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി അതിൽ കൊടുത്ത് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ. തിയറി മാത്രമല്ല, ഒപ്പം ടെക്സ്റ്റിനെ കൂടി ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. നെക്സ്റ്റ് ടൈംഡ് റെപ്പിറ്റേഷൻ, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക, എക്സ്പെഷ്യലി നമ്മുടെ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ഇനി പ്രോബബിലിറ്റി മാട്രിക്സ് ആണ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി പെർസെൻറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഹൈ ആണോ ലോ ആണോ അതോ മീഡിയം ആണോ എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. So block 1 unit 1, what is popular literature? Topic popular culture, mass culture, commodity and marketplace. 150% probability, category high. Block 3 unit 4, Ursula K. Le Guin, the ones who walk away from Omelas. Topic Ursula K. Le Guin, the ones who walk away from Omelas. 116.7 high percentage and high category. Then block 3 unit 2, Agatha Christie, the murder of Roger Ackroyd. Unit topic Agatha Christie, the murder of Roger Ackroyd, 100% category high. Then block 1 unit 2, the notion of the canonical and the popular. Topic Indian English popular fiction and the literary canon, 33.3% low category. Block 1 unit 4, popular literature today. Topic young adult literature, probability 33.3% and low category. Block 3 unit 1, crime and detective fiction introduction. Topic sensation fiction, 33.3% probability, low category. Block 4 unit 1, Bhimayana, experiences of untouchability. Topic Digna pattern, 33.3% probability, low category. Block 1 unit 1, what is popular literature? Topic culture, civilization and ideology, 16.7% probability and low category. Next is block 1 unit 2, the notion of canonical and the popular. Topic the classic and the classical, 16.7% probability and low category. Now, again block 1 unit 3, exploring academic and critical approaches to popular literature. Topic popular literature as genre fiction, 16.7% probability, low category. Block 1 unit 3, exploring academic and critical approaches to popular literature. Topic sociological reading of popular literature, 16.7% probability and low category. Block 1 unit 3, exploring academic and critical approaches to popular literature. Topic genre and popular literature, 16.7% probability, low category. Block 1 unit 4, popular literature today. Topic digital text and popular literature, 16.7% probability, low category. Block 2 unit 1, children's literature introduction. Topic children's literature in the 16th-17th century, 16.7% probability, low category. Block 2 unit 2, through the looking glass, detailed analysis. Topic chess motif, 16.7% low category. Again block 2 unit 2, through the looking glass, detailed analysis. The train journey and the Twiddly and Twiddlum topic and 16.7% probability, low category. Block 2 unit 3, young adult fiction and introduction, writings from Sri Lanka. Topic tracing the development of young adult fiction, 16.7% probability and low category. Block 2 unit 4, Shyam Selvadure, funny boy. Topic queerness and self-identity, 16.7% low category. Block 3 unit 1, crime and detective fiction and introduction. Topic crime and detective fiction and introduction, 16.7% probability, low category. Block 3 unit 1, crime and detective fiction introduction, beginning. Topic beginning of crime, a historical approach to the study of crime, 16.7% probability, low category. Block 3 unit 1, crime and detective fiction and introduction. Topic golden age detective fiction and probability, 16.7%, low category. Block 3 unit 1, crime and detective fiction introduction. Topic hard-boiled novels, probability 16.7%, low category. Block 3 unit 2, Agatha Christie, the murder of Roger Ackroyd. Topic suspects, red herring and the body evidence, 16.7% probability, low category. Block 3 unit 4, Ursula K. Le Guin, the ones who walk away from Omelas. Topic utopia and science fiction, 16.7% probability, low category. Block 4 unit 1, Bhimayana, experiences of untouchability. Topic Bhimayana is graphic narrative, 16.7% probability, low category. Block 4 unit 1, Bhimayana, experiences of untouchability, Gaunt art. Topic Gaunt art, 16.7% probability, low.
Block 4, Unit 3, Literature and Cinema as Introduction. Topic, what is an adaptation? 16.7% probability, low. Block 4, Unit 3, Literature and Cinema and Introduction. Topic, how does the adapter adapt? 16.7% probability, low category. Block 4, Unit 4, Ruskin Bond and Vishal Bharadwaj, The Blue Umbrella. Topic, Ruskin Bond and Vishal Bharadwaj, The Blue Umbrella. 16.7% probability, low category. Block 1, Unit 2, The Notion of Canonical and Popular. Topic, Popular Literature, Opening up the Canon. 66.7% probability, medium category. Block 2, Unit 2, Through the Looking Glass, Editorial Analysis. Topic, Through the Looking Glass, Editorial Analysis. 66.7% probability, medium category. Block 2, Unit 3, Young Adult Fiction and Introduction, Writings from Sri Lanka. Topic, Buildings Roman or Counter Buildings Roman, 50% probability, medium category. Block 2, Unit 4, Shyam Selvadurai, Funny Boy. Topic, Shyam Selvadurai, 50% probability, medium category. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ മീഡിയം ലോ എന്ന് പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70%, അതായത് അപ്രോക്സിമേറ്റ്ലി 5 ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നതിനെയാണ് നമ്മൾ ഹൈ കാറ്റഗറി എന്ന് പറഞ്ഞിരിക്കുന്നത്. മീഡിയം കാറ്റഗറി മീൻസ് 40 to 69%, അതായത് 3 to 4 പേപ്പേഴ്സിൽ ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 to 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ മീഡിയം കാറ്റഗറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലോ കാറ്റഗറി മീൻസ് ലെസ് ദാൻ 40, അതായത് ഔട്ട് ഓഫ് 6 ഓൺലി 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നതിനെയാണ് നമ്മൾ ലോ കാറ്റഗറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹൈ കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്ന ഫോർ എക്സാമ്പിൾ പോപ്പുലർ കൾച്ചർ, മാസ് കൾച്ചർ, കൊമോഡിറ്റി ആൻഡ് മാർക്കറ്റ് പ്ലേസ്, ഒമേലാസ്, റോജർ എക്രോയിഡ്, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നീക്ക് എന്ന് പറയുന്നത് ടീച്ച് ബാക്ക് ടെക്നീക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളൊരു കോർ ഐഡിയ പ്ലസ് ടെക്സ്റ്റിൽ എക്സാമ്പിൾ വെച്ചിട്ട് ഉറക്കെ നമ്മൾ വായിച്ച് പഠിക്കുക. നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 കൊട്ടേഷനോ ഒരു സീനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം എക്സാമ്പിൾ ആയിട്ട് എഴുതാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്യുവൽ ഫോമാറ്റ് ഡ്രില്ല്, അതായത് എസ്സേ, ഷോർട്ട് എസ്സേക്കും ലോങ് എസ്സേക്കും വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് എസ്സേ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ നമ്മളൊക്കെ എഴുതാം. അപ്പോൾ 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 രീതിയിലുള്ള ആൻസേഴ്സിന്റെ വേർഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി മീഡിയം പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ ലൈക്ക് യങ് അഡൽട്ട് ഫിക്ഷന്റെ ഫീച്ചേഴ്സ്, ഫണി ബോയ്, ബിൽഡിങ്സ് റോമൻ, ഐഡന്റിറ്റി, ചെസ് മോട്ടീവ്, അതൊക്കെ ലാംഗ്വേജസ് ഇൻ ലുക്കിംഗ് ഗ്ലാസ്, ഇതൊക്കെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ടെക്നീക്ക് എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഒരു 10 to 12 മിനിറ്റ്സിൽ നമുക്ക് ആൻസർ എഴുതാം. 10 മാർക്കിന്റെ ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലോ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് പ്രയോറിറ്റിയിൽ കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ തറോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നല്ല, എന്നാലും നമ്മൾ അതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, സ്കിം ചെയ്തിട്ടെങ്കിലും, അതായത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതാമെന്ന് പറയുന്നുണ്ട്. പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മളുടെ റിവിഷൻ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനം നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പറയുന്നുണ്ട്. അതായത് ഡിസംബർ 2025 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലും കൂടി നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നിങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സെക്ഷൻ എയിൽ നിന്നും നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഈച്ച് ക്യാരി 5 മാർക്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോപ്പുലർ കൾച്ചർ ആൻഡ് മാസ് കൾച്ചർ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എ, ബി, സി, ഡി, ഇ, എഫ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 5 മാർക്സ്. അപ്പോൾ 5 into 4 20 മാർക്സ് സെക്ഷൻ എയിൽ നിന്ന് നമുക്ക് കിട്ടും. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 2, 3, 4, 5 ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2, 3, 4, 5 ഇതിലെ നമ്മൾ 2 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ എഴുതേണ്ടത്. 2 into 10 20 മാർക്സ് ആണ് സെക്ഷൻ ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സെക്ഷൻ എയിൽ നിന്നും 20, സെക്ഷൻ ബിയിൽ നിന്നും 20. സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻ ആണ്, ഈച്ച് ക്യാരി 5 മാർക്സ്. സെക്ഷൻ ബിയിൽ 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതേണ്ടത്, ഈച്ച് ക്യാരി 10 മാർക്സ്. നമുക്ക് ചോയ്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. കമ്മിങ് ടു സെക്ഷൻ സി, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 ഉണ്ട്, 7 ഉണ്ട്, 8, 9, 10, 11. ഇതിൽ നിന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. 3 ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ്, 4 into 5 20. സെക്ഷൻ ബിയിൽ 2 ക്വസ്റ്റ്യൻസ്, 2 into 10 20. സെക്ഷൻ സിയിൽ 3 ക്വസ്റ്റ്യൻസ്, 3 into 20 20 മാർക്സ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 20 മാർക്സ്.
സോ 3 into 20 60 മാർക്സ് ആണ് നമുക്ക് സെക്ഷൻ സിയിൽ നിന്നും കിട്ടുന്നത്. സോ ഇത്രയുമാണ് നമ്മളുടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആൻസർ കീ ആൻഡ് മാർക്കിംഗ് സ്കീം ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് എല്ലാവരും നല്ല എക്സലന്റ് സ്കോറോട് കൂടി പാസ്സാവട്ടെ. ആൻഡ് അഗെയിൻ വൺസ് അഗെയിൻ താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.